നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. മദീനയിൽ പ്രവാചകന്റെ പള്ളിയിൽ സന്ദർശനം പൂർത്തിയാക്കി ത്വായിഫിലേക്ക് മടങ്ങിപ്പോകുകയായിരുന്ന മലയാളി കുടുംബം അപകടത്തിൽപ്പെട്ടു. ഇത് മുന്നിലെ വാഹനവുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനുള്ള ശ്രമത്തിലെന്നാണ് വിവരം. മലപ്പുറം പെരുവള്ളൂർ പറമ്പിൽ പീടികയിലെ ചാത്രത്തൊടി സ്വദേശി തൊണ്ടിക്കോടൻ അബ്ദുൾ റസാഖ്, അദ്ദേഹത്തിന്റെ ഭാര്യ ഫാസില, ഇളയമകൾ 7 വയസ്സുള്ള ഫാത്തിമ റസാൻ എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായ പരിക്കുകളോടെ മദീനയിലെ കിങ് ഫഹദ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇളയമകൾ രാവിലെ 7 മണിയോടെയും അബ്ദുൾ റസാഖും ഭാര്യ ഫാസിലയും സംഭവസ്ഥലത്ത് വെച്ചും മരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 11:30യോടെയാണ് അപകടമുണ്ടായതെന്നാണ് സൂചന. ഇവർ സഞ്ചരിച്ചിരുന്ന ഫോർച്യൂണർ കാർ മറ്റൊരു വാഹനവുമായി ഇടിക്കുവാനുള്ള സാഹചര്യമുണ്ടായി. ഇത് ഒഴിവാക്കുന്നതിനായി വെട്ടിച്ചപ്പോൾ മറിഞ്ഞുവെന്നാണ് ലഭിക്കുന്ന വിവരം. മൂത്ത മകൾ ഫാത്തിമാറിനെ കാലിൽ പറ്റിയ നിസ്സാര പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിനായി ബന്ധുക്കൾ ആശുപത്രിയിൽ എത്തിയിട്ടുമുണ്ട്. അബ്ദുൾ റസാഖിന്റെ മൂത്ത മകൻ റയാൻ നാട്ടിൽ പഠിക്കുകയാണ്. മദീനയ്ക്കും ജിദ്ദയ്ക്കുമിടയിൽ ഏകദേശം 200 കിലോമീറ്റർ അകലെ അംന എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ത്വായിഫിലെ സ്വകാര്യ സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി ജോലി ചെയ്തു വരികയാണ് അബ്ദുൾ റസാഖ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവരുടെ ഇഖാമകൾ 1 വർഷത്തേക്ക് കൂടി പുതുക്കിയത്. തുടർന്ന് ഫാസിലയും മകളും നാട്ടിലേക്ക് പോകുന്നതിനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ഇതിന്റെ ഭാഗമായി ഉംറയും മദീന സന്ദർശനവും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് ഇവർ മദീനയിലേക്ക് പോയതെന്നാണ് സൂചന. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.